ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും ജീവനക്കാരൻ പണം തട്ടിയ സംഭവത്തിൽ പരിശോധന ആരംഭിച്ച് സെക്രട്ടേറിയറ്റിലെ ധനകാര്യ പരിശോധനാ വിഭാഗം. സംഗീത് ബോർഡിന്റെ ചെക്കുകൾ ഉപയോഗിച്ച് പണം പിൻവലിച്ചതായും സംശയം. ഇതുവരെ 78 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. വിനീഷ് ചേരുന്നു. വിനീഷ്, കൂടുതൽ വിവരങ്ങൾ. ദിവസമാണ് ജനൻ ടിവിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. 2018, 2019, 2020 കാലഘട്ടങ്ങളിൽ ഈ സംഗീത് എന്ന് പറയുന്ന ലോട്ടറി ഓഫീസിലെ ജീവനക്കാർ അത്തരത്തിൽ വലിയ രീതിയിൽ ക്ഷേമനിധി ബോർഡിൽ തട്ടിപ്പ് നടത്തി. ഈ തട്ടിപ്പ് നടത്തിയതിലൂടെ 63 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് പുറത്തു വന്നത്. ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങളായി വീട് നിർമ്മിക്കുന്നതിന് കോൺട്രാക്ടർക്കും ഈ ക്ഷേമനിധി ബോർഡിൽ നിന്ന്, ലോട്ടറി വകുപ്പിന്റെ തന്നെ ക്ഷേമനിധി തുകയിൽ നിന്ന് പണം കൈമാറിയിരിക്കുന്നു എന്നതാണ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ലോട്ടറി വകുപ്പിലെ ഡയറക്ടർ പോലീസിന് പരാതി നൽകിയിരുന്നു. ആ പോലീസിലെ പരാതിയുടെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് വീണ്ടും ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും ജീവനക്കാരൻ പണം തട്ടിയ ഈ വിഷയത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ 2018, 19, 20 കാലഘട്ടങ്ങളിൽ ഈ 63 ലക്ഷം രൂപ ക്ഷേമനിധി ബോർഡിൽ നിന്ന്, ലോട്ടറി വകുപ്പിന്റെ ക്ഷേമനിധിയിൽ നിന്ന് തുക മാറ്റിയപ്പോൾ അത് കണ്ടെത്താൻ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യമാണ് ഇപ്പോൾ പോലീസ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും വർഷാവർഷം ഓഡിറ്റുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പ്, 63 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഒരു ജീവനക്കാരൻ നടത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണാതെ പോയത്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇത് കാണാതെ പോയതിൽ ദുരൂഹതയുണ്ട് എന്നെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം ഇയാളെ മറ്റൊരു ഉദ്യോഗസ്ഥൻ സഹായിക്കാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവനക്കാർ സഹായിക്കാതെ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇത്തരത്തിൽ 63 ലക്ഷം രൂപയുടെ തട്ടിപ്പ് 2018, 19, 20 കാലഘട്ടങ്ങളിൽ, വർഷക്കാലയളവിൽ ഈ സംഗീത് എന്ന് പറയുന്ന വ്യക്തി നടത്തിയിരിക്കുന്നു, ലോട്ടറി വകുപ്പിലെ ജീവനക്കാരൻ നടത്തിയിരിക്കുന്നു എന്ന സംബന്ധിച്ചുള്ള വാർത്ത ജനൻ ടിവി പുറത്തുവിട്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ ഈ ഒരു പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെക്രട്ടേറിയറ്റിലെ തന്നെ ധനകാര്യ വിഭാഗം ഇടപെടുന്നതും ധനകാര്യ വിഭാഗത്തിന്റെ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കും സംസ്ഥാന ധനകാര്യ വിഭാഗം നീങ്ങുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.